ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷെമി കിച്ചൺ വേൾഡ്. ഞാൻ ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും റെഡിയാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാനിവിടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബീറ്റ് ചെയ്യാനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വൈറ്റ് മാറ്റി വെക്കാം. മഞ്ഞയിലോട്ട് നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1/4 കപ്പ് ഷുഗർ നമുക്ക് ഇതിലോട്ട് ആഡ് ആക്കാം. ബാക്കി 1/4 കപ്പ് നമുക്ക് മുട്ടയുടെ വൈറ്റിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ, 3 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ആക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിവിടെ 1/4 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി എടുത്തിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്തതാണിത്. നമുക്കിത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട വെള്ള അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഷുഗർ പൗഡർ കൂടി ആഡ് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സിലോട്ട് ഇത് കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സ്പാറ്റിൽ വെച്ചിട്ടോ മറ്റോ പതുക്കെ ഒന്ന് പതയടങ്ങാത്ത രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാന് ഞാനൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. ഞാനിവിടെ 2 രീതിയിൽ ഗനാഷ് തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് സ്പ്രെഡബിളും പോറബിളും. നമുക്ക് പോറബിൾ ഗനാഷ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റാണ് യൂസ് ആക്കുന്നത്. 250 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 125 മില്ലി വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡാക്കി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മെൽറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1-2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് മെൽറ്റായി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രെഡബിൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 125 ഗ്രാം സെയിം ചോക്ലേറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 125 മില്ലി വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ബൗള് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ഷുഗർ ഉള്ളത് കൊണ്ട് ഞാനിതിലോട്ട് ഷുഗർ പൗഡറൊന്നും ആഡ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഷുഗറില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് യൂസ് ആക്കുന്നതെങ്കിൽ ഇതിനാവശ്യമുള്ള ഷുഗർ പൗഡർ കൂടി ആഡ് ആക്കിയിട്ട് അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നല്ലതുപോലെ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റാവുന്നതാണ്. ഞാൻ ഇതുപോലെയുള്ള 2 കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഞാനിവിടെ 4 ലെയറിൻ്റെ ഒരു കേക്കും 2 ലെയറിൻ്റെ ഒരു കേക്ക് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കേക്ക് 6 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ആക്കാം. ഞാനിവിടെ ഷുഗർ സിറപ്പിൽ കുറച്ച് 1 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒഴിച്ച് കൊടുത്ത് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ആക്കി ക്രീം സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒഴിച്ച് വീണ്ടും നെക്സ്റ്റ് ലെയർ വെച്ച് അപ്പോൾ അങ്ങനെ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ വളരെ ഈസിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും. താങ്ക്